അങ്ങനെ ഈ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതുവഴി പോകുമ്പോൾ സത്യത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ ഞാൻ മറന്നു. കർണാടകയിലേക്കുള്ള ഒരു യാത്രാമധ്യയാണ് കേട്ടോ ഞാനിപ്പോൾ. ഇപ്പോൾ മുത്തങ്ങ വഴി പോകുന്ന ഹൈവേയിൽ ബത്തേരിയിൽ നിന്നും ഏകദേശം ഒരു 17 കിലോമീറ്റർ മാറിയിട്ടാണുള്ളത്. നോക്കൂ, എത്ര മനോഹരമാണ് ഈ കാഴ്ച അല്ലേ. ഈ പുഴയും ഇടതോർന്ന വനപ്രദേശങ്ങളുമൊക്കെ തികച്ചും പൗരാണികവും ചരിത്രപരവുമൊക്കെയായ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ് ഇവിടം. അതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ ഇറങ്ങിയിട്ടൊരു വീഡിയോ എടുക്കാം എന്ന് കരുതിയത്. ഭഗവാൻ ശ്രീരാമൻ്റെ വനവാസകാലത്ത് ഒരു ദിവസം ദുഃഖാർത്തയായ സീതാദേവി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നു എന്നും ദേവിയുടെ കണ്ണുനീർ വീണാണ് ഈ ക്ഷേത്രത്തിനടുത്ത് കാണുന്ന ഈ തടാകമുണ്ടായത് എന്നും ആ സമയത്ത് വാത്മീകി മഹർഷിയെ സീതാദേവി ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ മഹർഷിയോടൊപ്പം ഇവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു എന്നൊക്കെ പുരാണപരമായിട്ടുള്ള ചരിത്രങ്ങൾ പറയപ്പെടുന്നു. ഏതായാലും പിതൃതർപ്പണത്തിനൊക്കെയായി ധാരാളം ആളുകൾ എത്തുന്ന പൊൻകുഴി ശ്രീരാമക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പട്ടികയിലും അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ഭൂപടത്തിലുമെല്ലാം പ്രസിദ്ധ സ്ഥാനമാണുള്ളത്. കർണാടകയിലേക്ക് ഇതുവഴി പോവുകയോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് ഇതുവഴി വരികയോ ചെയ്യുന്ന ആളുകൾ ഇവിടെ എത്തുമ്പോഴൊന്ന് എത്തി നോക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങി നോക്കുകയോ ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ ക്ഷേത്രവും പരിസരവുമൊക്കെ. സീതാസമേതനായി കുടികൊള്ളുന്ന ശ്രീരാമ ഭഗവാനും ശ്രീരാമൻ്റെ ഇഷ്ടതോടനായ ഭക്തഹനുമാനും ഗോപാലകൃഷ്ണനും മറ്റു ഉപദൈവങ്ങളെയും ഒക്കെ തൊഴാനും അതുപോലെ തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിലെത്തി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആര്യവേപ്പ്, പൂവരശ്, കൂവളം, നീർമാതളം, ചമത തുടങ്ങിയ ധാരാളം ഔഷധ സസ്യങ്ങളെയൊക്കെ കാണാനും ഒക്കെ സാധിക്കും. ക്ഷേത്രം നടയടച്ചതിനാലും തന്നെയുമല്ല ധാരാളം തവണ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിനാലും ഇപ്പോഴേതായാലും ഞാൻ ക്ഷേത്ര ദർശനത്തിനായി പ്രവേശിക്കുന്നില്ല. ക്ഷേത്ര ദർശനത്തിനും അതുപോലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനൊക്കെയായി ഇതുവഴി എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് ഇതുപോലുള്ള ധാരാളം മറ്റ് വീഡിയോകളുമൊക്കെയായി വയനാടിൻ്റെ ഭംഗിയും വയനാടിൻ്റെ പ്രത്യേകതകളും ക്ഷേത്രങ്ങളും കാഴ്ചകളുമൊക്കെയായി നമുക്ക് വീണ്ടും കാണാം എന്നുള്ളത് കൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത് മണിവയൽ.